4 വർഷമായി മുക്കം യത്തീംഖാനയിൽ പാചക ജോലി ചെയ്യുകയാണ് ഫർഹാന. ദാരിദ്ര്യം മൂലം ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം ഇവിടെ എത്തിയതാണ് ഇവർ. 4 മക്കളും യത്തീംഖാനയിൽ പഠിക്കുന്നു. ഇത്തവണ നാട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടെ പാലക്കാടെത്തിയപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചേർന്ന് തടഞ്ഞുവെച്ചവരിൽ ഫർഹാനയുടെ 4 കുട്ടികളുമുണ്ട്. മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ഈ മാതാവിൽ നിന്നും പിടിച്ചുപറിച്ചെടുത്ത ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ബാലമന്ദിരത്തിലാണ്. खाना है क्या देता नहीं देता तो हमको क्या मालूम है। हम बच्ची को देखते भी नहीं देखते तो कुछ बताते भी कि हाँ हम बच्ची को देख रहे हैं। हम इधर रात में सोते ना, खाना भी नहीं खाते, वैसे रोज रात में सो जाते हैं। सुबह के पत्ते मानी में भी ना खाते, एक टाइम हम खाना खा रहे पूछ लिए सबके सामने हम काम करते रहते, रो रो करके अपना काम पुराते हैं कि चलो हम काम गच्छे हैं तो काम करेंगे. 4 വർഷമായി മുക്കം അനാഥാലയത്തിലുള്ള ഫർഹാനയെയും കുടുംബത്തെയും കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് നല്ല വാക്കുകൾ. പെറ്റമ്മയിൽ നിന്ന് ഇത്രയും ദിവസം മക്കളെ അകറ്റി നിർത്താൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്ന ചോദ്യമാണ് ഫർഹാനയുടെ മുഖത്തുള്ളത്. മീഡിയ 1 കോഴിക്കോട്.